പ്രകാശമേ മിഴി തുറക്കുക വേഗം. ായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. അവൻ അവരുടെ ഇടയിലൂടെ നടന്ന് അവിടം വിട്ടുപോയി. സാഹചര്യം ഇതാണ്. യേശു നസ്രത്തിലേക്ക് വന്നു. അതിലെ പ്രസംഗമാണ്. യേശു തൻ്റെ ദൗത്യം എന്താണെന്ന് അവർക്ക് വിവരിച്ചു കൊടുത്തു, വിശദീകരിച്ചു കൊടുത്തു, പ്രസംഗം കേട്ടു. പക്ഷേ യേശുവിൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണാൻ വിശ്വസിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് യേശു അത്ഭുതം പ്രവർത്തിച്ചില്ല, വിട്ടുപോവുകയാണ്. അവനെ കല്ലെറിയാൻ ശ്രമിക്കുകയാണ് ജനങ്ങൾ. അപ്പോൾ സുവിശേഷ പ്രഘോഷണമായിട്ടൊന്ന യേശുവിനെ കല്ലെറിയാൻ ശ്രമിച്ച ജനത്തിൻ്റെ ഇടയിലൂടെ അവൻ കടന്നുപോയി. അവൻ നസ്രത്തിലേക്ക് തിരിച്ചു വരുന്നില്ല. ഇതൊരു വലിയ താക്കീതാണെന്ന് ഓർക്കുക. നമ്മൾ സുവിശേഷം കേൾക്കുമ്പോൾ ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന്, മനസ്സാന്തരപ്പെട്ട് സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അവൻ കടന്നു പോകും. പിന്നെ തിരിച്ചു വന്നു എന്നുണ്ടാവില്ല. അവസരം നഷ്ടപ്പെടുത്തിയാൽ പിന്നെ കിട്ടണമെന്ന് നിർബന്ധമില്ല. നസ്രത്തിലേക്ക് യേശു തിരിച്ചു വന്നില്ല. അത് അവർക്ക് വലിയ ദുരന്തമായി. അപ്പോൾ അവൻ അവിടം വിട്ടുപോയി. നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ. വചനം കേൾക്കുമ്പോൾ ഹൃദയം തുറക്കണം, മനസ്സ് തിരിയാൻ തയ്യാറാകണം, വചനം സ്വീകരിക്കാൻ തയ്യാറാകണം. യേശുവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ യേശു പറഞ്ഞനുസരിച്ച് ജീവിക്കാൻ സന്നദ്ധമാവുകയും കൂടിയല്ലേ. അപ്പോൾ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കണം, പരസ്പരം സ്നേഹിക്കണം, അതിനുവേണ്ടി സ്വയം ത്യജിക്കാൻ തയ്യാറാകണം. സ്വന്തം ലാഭം, സ്വന്തം നേട്ടം, സ്വന്തം പേര്, കീർത്തി നോക്കാതെ ഉള്ളത് പങ്കുവയ്ക്കാൻ തയ്യാറാകണം. ദൈവത്തോട് ഉള്ള സ്നേഹത്തെ പ്രതി, സഹോദരനുള്ള സ്നേഹത്തെ പ്രതി പങ്കുവയ്ക്കാൻ തയ്യാറുക. വിശ്വസിക്കുക, വിശ്വാസമനുസരിച്ച് മാനസാന്തരപ്പെട്ട് ജീവിക്കാൻ തയ്യാറാവുക. അതില്ലെങ്കിൽ നസ്രത്തുകാർക്ക് സംഭവിച്ചു നമുക്കും സംഭവിക്കാം. അതുണ്ടാവാതിരിക്കട്ടെ. അവൻ അവിടം വിട്ടുപോയി എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തെ ആകാതിരിക്കട്ടെ. സുവിശേഷമായി വന്നതാണ്. ആ സുവിശേഷമായി വന്നവനെ സ്വീകരിക്കാൻ തയ്യാറാകാതെ വന്നപ്പോൾ അവർക്ക് സുവിശേഷം നഷ്ടപ്പെട്ടു, യേശുവിനെയും. നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ. ദരിദ്രർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർന്ന് തുടങ്ങിയതാണ് ഈ സംഭവം. നോക്കുക, പക്ഷെ അവസാനം വിട്ടുപോകുന്നു. അതുണ്ടാകാതിരിക്കട്ടെ. അതിന് പ്രത്യേകം പ്രാർത്ഥിക്കാം. നിൻ വഴിയേ നടക്ക